ഹായ്, എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാനെടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവര് ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല കാര്യം. എന്നെ മനസ്സിലായി. തന്നെയാണേ ഇന്ന് എൻ്റെ 4ാമത്തെ നോമ്പ് തുറ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ നോമ്പ് തുറ വീഡിയോനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ജസീലൻ്റെ ആ ഒരു ദയനീയാവസ്ഥയിൽ ജസീല കരഞ്ഞു പറയുന്നൊരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം ഞാൻ എടുത്തത്. കാരണം നമ്മളൊക്കെ പിന്നെ നോമ്പ് എടുത്തിട്ട് നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ ഒരു ജസീലയുടെ വീട്ടുകാർ ജസീല നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എപ്പോഴും ഒരു 6:15 ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ എടുക്കും ബാങ്ക് വിളിക്കേണ്ട ആ ടൈം ആകുമ്പോഴേക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഓരോ പിന്നെ ന്യൂസ് ചാനലിലും ജസീലാൻ്റെ ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ജസീല അയൽവാസിയായ ആളുകളിൽ നിന്ന് ആളുകളുടെ സ്വർണം മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ അവളെ വല്ലാതെ ക്രൂശിക്കുകയും അവൾക്കത് സഹിക്കാൻ വയ്യ. അവളുടെ നിരപരാധിത്വം ഏത് രീതിയിലും അവൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പോലീസായാലും ശരി, പിന്നെ അയൽവാസികളായാലും ശരി, ചിലപ്പോൾ കുടുംബക്കാർ തന്നെ കുറ്റപ്പെടുത്തി കാണും, ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ തന്നെ കുറ്റപ്പെടുത്തി കാണും. അപ്പോൾ അതുകൊണ്ട് കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും അവൾക്ക് സഹിക്കാൻ വയ്യാണ്ട് അവൾ ഈ ലോകം വിട്ടു പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കിട്ടി? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഗോൾഡ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന പാവങ്ങളൊക്കെ എവിടെ കൊണ്ട് ഒഴുക്കിക്കളയും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പുണ്യ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു മരണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തായാലും ആ ഒരു ജസീലക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പെട്ടെന്നുള്ള പൊട്ടബുദ്ധിക്ക് ചെയ്തൊരു ഇതാണ്. പൊട്ടബുദ്ധിയല്ല, അവളുടെ ഭാഗം കേൾക്കാൻ ആരും ഇല്ലാതായപ്പോൾ അവളെല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാതായിട്ടാണ് ഈ ഒരു കടുങ്കൈ അവൾ ചെയ്തത്. പക്ഷേ എന്തു ചെയ്യാൻ പറ്റും? നമുക്ക് നീതിയില്ല, ന്യായമില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പിന്നെ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് തെളിയട്ടെ, എന്നതിന് ശേഷം അവരെ കള്ളത്തിയെന്നോ കള്ളനെന്നോ മുദ്ര കുത്തുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആരോപണം വെച്ചുകൊണ്ട് ക്രൂശിക്കാതിരിക്കുക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ പറയല്ലോ, തൊണ്ടി മുതലോടുകൂടി പിടിക്കപ്പെടുകയാണെങ്കിൽ ശരി. ഇതിപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല, അവളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ മോഷ്ടിക്കണമെന്നില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട അയൽവാസികളെ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നവർ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരല്ല എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ അവൾക്ക് ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളല്ലേ അവരെയൊക്കെ സഹായിക്കേണ്ടത്. അല്ലാതെ അവളൊന്ന് വീട്ടിൽ വന്നോ അല്ലെങ്കിൽ സംസാരിച്ച് പോയ സമയത്ത് നിങ്ങളുടെ ഗോൾഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് അവളെ തന്നെയാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്? എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ തെളിയട്ടെ. നീതി എന്തായാലും ആ കുടുംബത്തിന്, ജസീലാൻ്റെ കുടുംബത്തിന് പോയി. 24 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നീതിപീഠങ്ങളൊന്ന് കണ്ണു തുറക്കുക എന്ന് മാത്രമാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്.